ഒരു തെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ ഏറ്റവും ചെറിയ പിന്തുണയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുക എന്നതാണ് സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികളുടെ ഒരു പൊതുനിലപാട്. അതിപ്പോൾ CPIM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അവരങ്ങനെ തന്നെയാണ് ആ കാര്യത്തിലൊരു സമീപനം അവരുടേതായി ഉണ്ടാവുക. അതുതന്നെയാണ് ഇന്നിപ്പോൾ ഗോവിന്ദമാഷിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഒന്നല്ല രണ്ട് തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ചിന്ത തീർച്ചയായും പ്രതികരണങ്ങളിൽ VD സതീശൻ്റെയും അടൂർ പ്രകാശിൻ്റെയും പ്രതികരണങ്ങളിലുണ്ട്. ഈ സംഭവങ്ങൾക്ക് ശേഷം വി മുരളീധരൻ അടക്കം സ്വീകരിച്ചിരിക്കുന്ന സമീപനം, BJP നേതൃത്വത്തിൽ നിന്നുണ്ടായിരിക്കുന്ന സമീപനവും തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കണിച്ചുകുളങ്ങരയിലേക്ക് അദ്ദേഹം വി മുരളീധരൻ പോയിരിക്കുന്നതൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ആ പിന്തുണ എല്ലാം തേടും. അതിനപ്പുറത്ത് തീവ്ര വർഗീയ ശക്തികളുടെയൊക്കെ പിന്തുണ തേടില്ല എന്ന് CPIM ഒരു നിലപാടുണ്ട്. സ്വാഭാവികമായും അത് RSSനെയോ അല്ലെങ്കിൽ SDPI പോലെയുള്ള പ്രസ്ഥാനങ്ങളെയോ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയോ ഒക്കെയാണ് ആ നിലയ്ക്ക് ഉദ്ദേശിക്കുന്നത്. അവരുടെ പിന്തുണ സ്വാഭാവികമായും അവർ സ്വീകരിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിന് അങ്ങനെ ഒരു ഇതില്ല. കുറേ കൂടി ഇൻക്ലൂസീവാണ്, വിശാലമാണ്. ഈ കാര്യത്തിൽ ആരുടെയും ജനാധിപത്യത്തിൽ പിന്തുണ സ്വീകരിക്കാമെന്നുള്ള സമീപനത്തിൽ തന്നെയാണ് ആ നിലയ്ക്ക് അവർ മുന്നോട്ട് പോകുന്നത്. നേതാക്കന്മാർ വ്യത്യസ്തരാണ് കേട്ടോ പലരും. പക്ഷേ എന്തായാലും ഇതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു രീതി ഈ കാലത്തെല്ലാം. പക്ഷേ ഇപ്പോഴും ഈ സാമുദായിക നേതാക്കന്മാർക്ക് മറ്റൊരു തരത്തിൽ ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടായാൽ അവർ ഇടപെടുകയോ അവരതിൽ അഭിപ്രായം പറയുകയോ ചെയ്യും. ഇതും കേരളത്തിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ളത് തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഏറ്റവും കൗതുകകരമായ പ്രതികരണങ്ങൾ പലപ്പോഴും വരിക NSSൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ്. NSSൻ്റെ നേതൃത്വത്തിൽ അതായത് മുമ്പ് കുറേ കൂടി, ഇപ്പോഴത്തേതുപോലെയല്ല, മുമ്പ് കുറേ കൂടി ഒരു അസാധാരണമായ സ്വാധീന ശേഷി ആ നേതൃത്വത്തിൻ്റെ വാക്കുകൾക്കുണ്ടായിരുന്നു. ആ മട്ടിൽ താഴെത്തട്ടിലേക്കും അത് പ്രയോഗവൽക്കരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നാരായണ പണിക്കരുടെ കാലത്തൊക്കെ ആണെങ്കിലും അതിന് മുമ്പും ആണെങ്കിലും ഒക്കെ NSSൻ്റെ ഒരു നിലപാടിന് താഴെത്തട്ടിൽ വരെ പ്രസക്തി ഉണ്ടായിരുന്ന കാലമുണ്ട്. പക്ഷേ അന്ന് എല്ലായ്പ്പോഴും ആ നിലപാട് എന്നത് ഈ ഇരുപക്ഷത്തേക്കുമാണ്. ഒന്നുകിൽ LDFന് അനുകൂലമായ ചെറിയൊരു ചായ്വ്, അല്ലെങ്കിൽ UDFന് അനുകൂലമായ ചായ്വ്. ബഹുഭൂരിപക്ഷം വരുന്ന സമുദായ പ്രവർത്തകർ മിക്കവാറും കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരുമായിരുന്നു ആ കാലത്തെങ്കിൽ. പുതിയ കാലത്ത്, അതായത് 3 മുന്നണികളായി കാര്യങ്ങൾ ഇവിടെ മാറിയപ്പോഴേക്ക് കാര്യങ്ങളിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്.